ഹലോ ഗായ്സ്, അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു പൊതിച്ചോറ് എൻ്റെ വീഡിയോ എടുക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം 2-3 ദിവസമായി ഞാൻ വിചാരിക്കണു പൊതിച്ചോറ് കഴിക്കണമെന്ന്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ഒരേ നിർബന്ധം, അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പൊതിച്ചോറ് വേണമെന്ന്. അപ്പം ഞാൻ അച്ഛനെ കൊണ്ട്, നമ്മുടെ വീട്ടിൽ വാഴയിലൊന്നും ഇല്ല കേട്ടോ, വാഴയില്ല. അപ്പോൾ ഞാൻ അപ്പുറത്ത് വിജയമ്മാവൻ്റെ വീട്ടിൽ നിന്ന് വാഴയില 3 പൊട്ടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അപ്പുറത്ത് വിജയമ്മാവൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ വാഴയില എടുത്തത്. അപ്പോൾ അതിലിതേ ഞാൻ ഇന്ന് ബീട്രൂട്ട് തോരനാണ് കേട്ടോ ഉണ്ടാക്കിയത്. എനിക്ക് ബീട്രൂട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് ബീട്രൂട്ടാണ്. വേറെ പ്രത്യേകിച്ച് സ്പെഷ്യൽ കറികളൊന്നുമില്ല. ബീട്രൂട്ട് തോരനുണ്ട്, അത് വെച്ചു. പിന്നെ രാവിലെ ദോശയും ചമ്മന്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചമ്മന്തി ഞാൻ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മാങ്ങ ചമ്മന്തി അരയ്ക്കാമെന്ന്. പച്ചമുളക് മാത്രമേ ചേർത്തുള്ളൂ. ഇപ്പോൾ കുട്ടികൾ പറഞ്ഞു പച്ചമുളക് മതി, അപ്പോൾ മുളക് പൊടി ചേർക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാങ്ങ വെച്ചിട്ട് പച്ചമുളക് ചേർത്തൊരു ചമ്മന്തി. പിന്നെ എൻ്റെ സ്വന്തം നെല്ലിക്ക അച്ചാർ കേട്ടോ, ഞാനിട്ടതാണ്. എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇനി കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. അപ്പോൾ അത് വെച്ചു ഒരു സൈഡിൽ. പിന്നെ ഞാൻ പൊതിച്ചോറിലെ മെയിൻ ഐറ്റമായ ഓംപ്ലേറ്റ്, എഗ് ഓംപ്ലേറ്റും കൂടി ഉണ്ടാക്കി. അപ്പോൾ അതും കൂടി വെച്ചു. എന്നിട്ട് ഞാൻ ഞാൻ ഇതാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഉച്ചയ്ക്ക് എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുട്ടികൾക്ക് ഇതുപോലെ തന്നെ ഞാൻ പാക്ക് ചെയ്ത് അവർ സ്കൂളിൽ പോയിട്ടോ. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഞാൻ ഒരെണ്ണം കൊണ്ടുപോയേക്കാം. അതെനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ആ ടൈമിൽ എനിക്ക് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ മിക്കപ്പോഴും ഇപ്പോൾ ഈ അമ്മയ്ക്ക് സുഖമില്ലാത്ത കാരണം ഉച്ചയ്ക്കാണ് ഞാൻ പാർലറിലേക്ക് പോണത്. എന്നാലും ഞാൻ വിചാരിച്ചു എനിക്കൊരാഗ്രഹം പൊതിച്ചോറ് കഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ ആക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ഉച്ചയ്ക്ക് ആകുമ്പോഴേ ഞാൻ പോണേ. ശരിക്കും ചോറ് കഴിച്ചിട്ട് പോകേണ്ട ആവശ്യമുള്ളൂ, എങ്കിലും എനിക്കൊരാഗ്രഹം. അങ്ങനെ ഞാൻ പൊതിച്ചോറൊക്കെ കെട്ടി വെച്ചു. ഇനി ഞാൻ സലൂണിൽ എത്തിയിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ ബാക്കി പരിപാടികളായിട്ട് മുന്നോട്ട് ഞാൻ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് വേണം എനിക്ക് പാർലറിൽ പോകാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും അഴിക്കണ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.